അടുത്ത സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്താൻ LDFന് സാധിച്ചു. പക്ഷേ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകദേശം 20,000 വോട്ടുകളുടെ ചോർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് എനിക്ക് തോന്നുന്നു 1000-നകത്ത് വോട്ട് കൂടുതൽ സരിൻ പിടിച്ചിട്ടുണ്ട് 2021 താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ വലിയ പ്രതീക്ഷയിലായിരുന്നു, പാലക്കാട് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഡോക്ടർ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും. എന്താണ് സംഭവിച്ചത്? അനിൽഗർബില് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം ഒറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു. ഒരുപക്ഷെ UDFും LDFും ഏറ്റവും പരമപ്രധാനമെന്ന് കരുതിയത് പാലക്കാട്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആയിരുന്നില്ല, ചേലക്കരയായിരുന്നു. ചേലക്കര ഒരുപക്ഷെ UDFിന് അനുകൂലമായി ചിന്തിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്ന അർത്ഥത്തിലേക്ക് അത് വ്യാഖ്യാനിക്കാൻ കഴിയുകയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനും അതിനുശേഷം വരാമെന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമാകാവുന്ന ഒരു വിധിയായിരുന്നു. ഒരുപക്ഷെ ചില അനുഭവ പാഠങ്ങൾ ചേലക്കരയിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് ഇടതുപക്ഷത്തിന് കൂടി ഉണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്നതിൽ എനിക്കൊരു മടിയില്ല. കാരണം ചേലക്കര എന്ന് പറയുന്ന ഇടതുപക്ഷ കോട്ടയിൽ ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ലഭിച്ചില്ല. ഒരുപക്ഷെ സഖാവ് K രാധാകൃഷ്ണന് ലഭിക്കുമായിരുന്ന ഭൂരിപക്ഷം എന്തുകൊണ്ട് സഖാവ് UR പ്രദീപിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വ്യക്തിപരമായ ബന്ധത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം അതിനെ വിലയിരുത്തുന്നതിന്. സഖാവ് K രാധാകൃഷ്ണന് ആ മണ്ഡലത്തിലും പ്രദേശത്തും വ്യക്തിബന്ധമുള്ളതും അതുപോലെ അദ്ദേഹത്തിന് സ്വീകാര്യനാകുന്നതും പോലെ മറ്റൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെയും രാഷ്ട്രീയ പറയുന്നതിന്റെയും ഒക്കെ പരിമിതി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതുകൂടി ഇടതുപക്ഷം ഈ ഘട്ടത്തിൽ ആലോചിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. മാത്രമല്ല BJP ചേലക്കരയിൽ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമാകുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് ചേലക്കര മാറുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ഇതര നിയമസഭാ മണ്ഡലങ്ങൾ മാറുന്നു എന്നതുകൂടി വിലയിരുത്തിക്കൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ BJP വോട്ട് വീതം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ അപകടകരമാവുന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, ആ പരിഗണനയെങ്കിലും കൊടുത്തൂടെ അഡ്വക്കേറ്റ് അസ്ക? രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ട്. മഹാരാഷ്ട്രയിലെ വിജയമൊക്കെ കണ്ടല്ലോ താങ്കൾ. അല്ല, മഹാരാഷ്ട്രയിൽ അഭിനന്ദനാർഹമായിട്ടുള്ളൂ. ഇനി 236 സീറ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ സഖ്യത്തിന് ലഭിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതൊക്കെ ജനാധിപത്യത്തിൽ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ മരുന്നില്ല. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര. പക്ഷെ അതിനൊക്കെ ഉപരി ഹിന്ദുത്വ അജണ്ടയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്, നഗര മേഖലകളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും. എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് RSS നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ്. RSS വിദർഭ അടക്കമുള്ള മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അടുക്കും ചിട്ടയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനമുണ്ട്. അത് അങ്ങ് കാണാതെ പോവുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ BJPയുടെ മുന്നണിക്കും ഇത്ര വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല, തുറന്നു സമ്മതിക്കണം. അതുതന്നെയാണ് വസ്തുത. എന്നാൽ അതേ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ 4 ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 4 ദിവസങ്ങൾ അത് സന്ദീപ് വാര്യർ BJP വിട്ടതിനു ശേഷം പാലക്കാട് നടത്തിയിരുന്നു. അത് എത്രത്തോളം വിജയകരമായി എന്നുള്ളത് കൂടി പരിശോധിക്കണം. RSS സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സത്യം പറഞ്ഞാൽ പാലക്കാട് ഉണ്ടായിരുന്നു. ആ 4 ദിവസത്തെ സംഘടനാ പ്രവർത്തനം പക്ഷെ എത്രത്തോളം ഫലവത്തായി എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇടതുപക്ഷത്തിന് 1.6% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. BJPക്ക് ജയിക്കാൻ കഴിയുമായിരുന്ന ഒരു മണ്ഡലം, ഒരുപക്ഷെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം പോലെ പാലക്കാട് BJPക്ക് ജയിക്കാൻ സാധ്യമായിരുന്ന ഒരു മണ്ഡലം സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി തന്നെ അവിടെ അപസ്വരങ്ങളും പൊട്ടിത്തെറിയങ്ങളും ആഭ്യന്തര കലാപങ്ങളും രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയിലേക്കാണ് നഗരസഭ കേന്ദ്രീകരിച്ചു. പാലക്കാട് നഗരസഭയിൽ BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഏറ്റവും പരമപ്രധാനമായി പരമ്പരാഗതമായി BJPക്ക് ലഭിച്ചിരുന്ന മൂത്തേത്ത് സമുദായത്തിന്റെ വോട്ടുകൾ, ആ വോട്ടുകൾ ഇപ്പോ അത് ഉദ്ദേശം ഒരു 10,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമായിരുന്നത് അത് BJPക്ക് ലഭിച്ചില്ല, മറിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി എന്നുള്ള വസ്തുത അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. വടക്കന്തറയിലും വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. അല്ല, മുത്താന്തറയും വടക്കന്തറയാണ് BJPയെ സഹായിച്ചത്. അല്ല, BJP ആയിരുന്നു. അല്ല, ആ ടിക് ടാക് തന്നെയായിരുന്നു. പക്ഷെ പാലക്കാട് BJPയുടെ വാട്ടർലൂ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് BJP നേടിയിട്ടുള്ള മുന്നേറ്റങ്ങളെ ആകമാനം പിന്നോട്ടടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായി BJP അതിൽ വിലയിരുത്തും, ആത്മപരിശോധന നടത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം സകല ജാതി മത സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ചിട്ടുള്ളത്. SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള മത തീവ്ര സംഘടനകളുടെ വോട്ടുകൾ ഇപ്പോ ഈ ഘട്ടത്തിൽ UDFനൊപ്പം നിന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. നിങ്ങൾ ഒട്ടും പുറകിലായിരുന്നില്ല, PDPയുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. PDPക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ PDPക്ക് വലിയ സജീവ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമല്ല. എന്നാൽ പകരം SDPക്ക് 5000-നും 8000-നും ഇടയ്ക്ക് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംഘടനാ സംവിധാനം പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. 3000-ഓളം വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും കൂടി സമാഹരിക്കാൻ പാലക്കാട് കഴിയും. ആ വോട്ടുകളുടെ സമാഹരണം കൃത്യമായി രാഷ്ട്രീയ ബോധത്തോടുകൂടി അത് UDFനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മഹാഭൂരിപക്ഷം ശ്രീ രാഹുൽ മാങ്കൂട്ടിൽ ലഭിച്ചിട്ടുള്ള മഹാഭൂരിപക്ഷത്തെ ആ അർത്ഥത്തിൽ വേണം കാണാൻ. കാര്യം അഭിനന്ദനാർഹമായിട്ടുള്ള വിജയമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നേടിയിട്ടുള്ളത്, ഒരു സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും അങ്ങ് ചോദിച്ച ചോദ്യം നിലനിൽക്കുന്നു. അപകടകരമായ ഒരു രാഷ്ട്രീയ പരീക്ഷണശാല കൂടിയായി പാലക്കാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. RSSന്റെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ BJPയുടെയും സംഘപരിവാറിന്റെയും പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഒരു വിഭാഗം വോട്ടുകൾ, SDPയുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മഴവിൽ സഖ്യമാണ് പാലക്കാട്.